നിങ്ങൾ ഡൗട്ട് അടിക്കേണ്ട, ടൈപ്പിംഗ് എറർ അല്ല ഇത്. 1Kയോ 10Kയോ ഒന്നുമല്ല, ദിസ് ഇസ് ജസ്റ്റ് 10. ഇപ്പോൾ കുറച്ച് പേരെങ്കിലും ചിന്തിക്കുന്നുണ്ടാവും, 10 സബ്സ്ക്രൈബേഴ്സ് ആയതിന് ഇത്രയും സന്തോഷം വേണമെന്ന്. ചുമ്മാ സന്തോഷിക്കാന്നേ. നമ്മുടെ എല്ലാവരുടെയും പ്രശ്നം അതാണ്. നമ്മളൊരു വലിയ ബെഞ്ച് മാർക്ക് വയ്ക്കും, അതെത്തിയാൽ മാത്രമേ സക്സസ് ആവുള്ളൂ, അല്ലെങ്കിൽ അത്രയും അൾട്ടിമേറ്റ് സക്സസ് ആയാലേ ഞാൻ ഹാപ്പി ആവുള്ളൂ. ഞാനും അങ്ങനെ തന്നെയായിരുന്നു. ഒരുപാട് കഷ്ടപ്പെട്ടിട്ടും എവിടെ എത്താത്ത ഒരു തോറ്റുപോയൊരു പോരാളിയായിട്ടാണ് ഞാൻ എന്നെ കൺസിഡർ ചെയ്തിരുന്നത്. പക്ഷെ ഇപ്പം ഞാൻ ആലോചിക്കുമ്പം നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ ഒരിക്കലും തോക്കുന്നില്ല. നമ്മൾ ട്രൈ ചെയ്യുന്നത് എപ്പോഴാണോ നിർത്തുന്നത് അപ്പോഴാണ് നമ്മൾ തോക്കുന്നത്. അപ്പം നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്ന കാലം വരെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ആലോചിച്ച് നമുക്ക് സന്തോഷിക്കാം. ഇനി ഞാൻ ഹാപ്പി ആയതിൻ്റെ റീസൺ പറയാം. ഞാൻ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തപ്പം ആരോടും പറഞ്ഞില്ലായിരുന്നു. എൻ്റെ ഫ്രണ്ട്സിനോടോ ഫാമിലിയോടോ ആരോടും പറഞ്ഞില്ലായിരുന്നു. ജസ്റ്റ് 4 പേരോട് മാത്രം പറഞ്ഞു. ആ 4 പേരിൽ ഒരാൾ എൻ്റെ ഹസ്ബൻഡാണ്, ഒരാൾ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്, ഒരാൾ എൻ്റെ കസിനാണ്, ഒരാൾ എൻ്റെ അമ്മയാണ്. എൻ്റെ അമ്മയ്ക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ അറിയാത്തതുകൊണ്ട് നമ്മുടെ ഫസ്റ്റ് 4 സബ്സ്ക്രൈബേഴ്സിൽ ഒരാൾ ഞാനുമാണ്. നമ്മൾ സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ പിന്നെ നമ്മളെ വേറെ ആര് സപ്പോർട്ട് ചെയ്യണം? സോ കറക്റ്റ് പറയുകയാണെങ്കിൽ ഇപ്പം നമ്മുടെ ചാനലിൽ 14 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. ഈ 14 സബ്സ്ക്രൈബേഴ്സിലെ 4 പേര് എന്നോടുള്ള ഇഷ്ടം കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് വരാം. ബാക്കി 10 പേർക്ക് ഞാൻ ആരാണെന്നോ എനിക്ക് അവരെയും അറിയില്ല, അവർക്ക് എന്നെയും അറിയില്ല. എന്നാലും എന്തായാലും വേണ്ടില്ല, ഒന്ന് സപ്പോർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചാൽ ആ 10 പേരോടുള്ള താങ്ക്സ് ആണ് ഇന്നത്തെ സെലിബ്രേഷൻ. താങ്ക് യു ഗൈസ്. ലൈഫിലെല്ലാം നേടിക്കഴിഞ്ഞിട്ട് സന്തോഷിക്കാമെന്ന് വിചാരിച്ചിട്ട് ഇപ്പോഴത്തെ കുഞ്ഞു കുഞ്ഞു മൊമെൻറ്റ്സ് നമ്മൾ മിസ് ചെയ്യേണ്ട കാര്യമുണ്ടോ? ഓരോരോ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിൽ സന്തോഷം കണ്ടെത്തുന്നേ.